പോളിംഗ് സ്റ്റേഷനുകളിൽ തിരക്ക് നിയന്ത്രിക്കുകയും ക്യൂ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയുമായിരുന്നു ഇവരുടെ ചുമതല. 2 ദിവസത്തെ ഡ്യൂട്ടിക്കായി 2200 രൂപയാണ് നിശ്ചയിച്ചിരുന്നത്. ഭക്ഷണ അലവൻസായ 250 രൂപ മാത്രമാണ് നിലവിൽ ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് ചുമതല നിർവഹിച്ച മറ്റു ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം വോട്ടെടുപ്പിന്റെ തലേ ദിവസം തന്നെ മുഴുവൻ തുകയും ലഭിച്ചിരുന്നു. 6 ലക്ഷം രൂപയാണ് പ്രതിഫലമായി ലഭിക്കാനുള്ളത്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി അവസാനിക്കുന്ന ദിവസമോ അതിന് തൊട്ടടുത്ത ദിവസമോ ആണ് എല്ലാ വർഷവും സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് ഈ തുക ലഭിക്കാറുള്ളത്. NSS, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, NCC, വിമുക്ത ഭടന്മാർ എന്നീ വിഭാഗങ്ങളിലെ 226 പേരാണ് ജില്ലയിലെ 113 പോളിംഗ് ബൂത്തുകളിലായി ജോലി ചെയ്തത്. ഒരു പോളിംഗ് ബൂത്തിൽ 2 പേരെയാണ് നിയോഗിച്ചിരുന്നത്. പ്രതിഫലം ലഭിക്കാതെ ആയതോടെ പോലീസ് സ്റ്റേഷനിൽ പലരും ബന്ധപ്പെട്ടപ്പോഴും കൃത്യമായ മറുപടി ലഭിച്ചില്ലെന്നാണ് ആക്ഷേപം. തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തുക അനുവദിച്ചു നൽകേണ്ടത്. പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് വഴി ജില്ലാ പോലീസ് മേധാവിക്ക് തുക അനുവദിക്കും. ശേഷം അതത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് തുക അനുവദിച്ച് ഇവിടെ നിന്നാണ് വിതരണം ചെയ്യുക. പോസ്റ്റൽ സൗകര്യവും ലഭിച്ചില്ല. പോളിംഗ് ഡ്യൂട്ടിയിലെ ഉദ്യോഗസ്ഥർക്കും അവശ്യ വിഭാഗങ്ങളിലുള്ളവർക്കും പോസ്റ്റൽ വോട്ട് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് ഇത്തവണ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നില്ല. തൊട്ടടുത്ത് പോളിംഗ് ബൂത്തുള്ളവർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാനായത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 99. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.